സുന്ദരി കണ്ണാൽ ഒരു സേരി சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தே உனக்காக ஜன்மமே கொண்டேன் அதற்காக நான் உரை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேரி சொல்லடி இந்நாள் நல்ல தேதி. നൃത്തവേദിയിലും നടനവേദിയിലും ഒരേപോലെ തിളങ്ങി നിന്ന അപൂർവം അഭിനേതാക്കളെ നമുക്കുണ്ടായിട്ടുള്ളൂ. ലളിത പത്മിനി രാഗിണിമാരുടെയും വൈജയന്തി മാലയുടെയും പാരമ്പര്യം ശോഭനയിലെത്തുമ്പോൾ അതൊരു ചരിത്ര നിയോഗമാകുന്നു. നൃത്തചലനങ്ങളിലെന്ന പോലെ അഭിനയത്തിലെ സൂക്ഷ്മഭാവങ്ങളിലും ശോഭനയെ വെല്ലുന്നവർ അപൂർവം. അസാധാരണമായ താളബോധവും കലയ്ക്കുവേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള മനസ്സുമാണ് ശോഭനയെ ആൾക്കൂട്ടത്തിൽ നിന്ന് എന്നും വേറിട്ട് നിർത്തിയത്. ശോഭന, ഞാൻ ശോഭി എന്ന് വിളിക്കും. ഞങ്ങൾ തമ്മിൽ ഏകദേശം ഞാൻ ശോഭനയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 10-65-70ഓളം സിനിമകൾ ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട്. കുറേ സിനിമകൾ ഡബ് ചെയ്യാതിരുന്നിട്ടും ഒരു 10-15 സിനിമയോളം ഞാൻ ഡബ് ചെയ്തിട്ടുമില്ല. ഈ 65 സിനിമകളിൽ കൂടെയാണ് ഞങ്ങളുടെ സൗഹൃദം വളർന്ന് വന്നത്. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനധര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. ഏപ്രിൽ 18 എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്നെ ആദ്യം ഡബ്ബിങ്ങിന് വിളിച്ചിരുന്നു ബാലേന്ദ്ര മേനോൻ സാർ. അന്ന് ശോഭന ആരാണ് എന്താണെന്ന്, ഒരു പുതിയ കുട്ടിയാണ് എന്ന്, ലളിതാ പത്മിനി രാഗിണിയുടെ ബന്ധുവാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ ചെന്നൈയിൽ താമസിക്കുക. അപ്പോൾ ഈ പടം ഡബ്ബിങ്ങിന് വിളിച്ചപ്പോൾ എൻ്റെ അമ്മ മരിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്, മരിച്ച ഒരു സമയം, 16 ദിവസമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയ ഒരു സിനിമയാണ് ഏപ്രിൽ 18. പിന്നീട് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഞാൻ കൈവിട്ട് കളഞ്ഞത് എന്ന്. കാളിന്തി തീരം തന്നിൽ നീ വാ വാ കായാമ്പൂവർണ്ണ കണ്ണ കാളിന്തി തീരം തന്നിൽ നീ വാ വാ കായാമ്പൂവർണ്ണ കണ്ണ. ഏപ്രിൽ 18 എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയത്
ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും ഒരു മയമില്ലാത്തൊരു കുട്ടിയെ പോലെ കൈയൊക്കെ ഇങ്ങനെ എടുക്കുന്നതൊക്കെ. പക്ഷെ എന്നാലും ഒരു നർത്തകിയുടെ ചില കണ്ണിൻ്റെ പോക്കുകളൊക്കെ കാണുമ്പോൾ നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും വലിയ കേരളം ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു നടിയായി മാറും എന്ന്. ആ കാളിന്തി തീരം തന്നിൽ എന്ന് പറയുന്ന പാട്ട്, അതിൽ ഉള്ള ചില മൂമെൻറ്റ്സ്, ചില നോട്ടങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ അവരൊരു നല്ല നർത്തകിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഏപ്രിൽ 18 ശോഭനയ്ക്ക് ശബ്ദം കൊടുത്തത് കോട്ടയം ശാന്ത ചേച്ചിയായിരുന്നു. പിന്നീട് കാണാമറയത്ത് വന്നപ്പോൾ കൺഫ്യൂഷനായി. കാരണം ഞാൻ ഡബ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ ശബ്ദം മാച്ചാവോ എന്നുള്ളൊരു സംശയം കൊണ്ട് ലതയെ വിളിച്ചു. ലതാ രാജു ആണ് അതിൽ ശോഭനയ്ക്ക് ഡബ് ചെയ്തത്. അപ്പോൾ സീമ ചേച്ചിക്കാണ് ശാന്ത ചേച്ചി ഡബ് ചെയ്തത്. ഞാനതിൽ സബിത ആനന്ദ് ഒരു റോളുണ്ട്, അതായിരുന്നു ഞാൻ ഡബ് ചെയ്തത്. ആ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ അല്ലേ, ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മമ്മൂട്ടി സ്പോൺസർ ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് ഈ ഏപ്രിൽ 18 നിന്ന് വളരെ വിഭിന്നമായ ഒരു ക്യാരക്ടർ. മുഖത്തൊരു കുസൃതി അന്ന് നന്നായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടി നോക്കുക. അതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കസ്തൂരി മാൻകുരുന്നേ. ഭരതേട്ടൻ്റെ കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ട് ഭരതേട്ടനും ലളിത ചേച്ചിയുമായിട്ട് നല്ലൊരു സൗഹൃദത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന സിനിമയുടെ ഡബ്ബിങ്ങിന് എന്നെ വിളിക്കുന്നത്. അന്നൊന്നും പിന്നെ നമ്മൾ ആർക്കാ ഡബ്ബ് ചെയ്യുന്നതെന്നൊന്നും ചോദിക്കില്ല. പ്രത്യേകിച്ച് ഭരതേട്ടനോടൊന്നും അങ്ങനെ ഭരതേട്ടൻ വിളിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ചെന്നപ്പോഴാണ് ശോഭനയ്ക്കാണ് ഡബ്ബ് ചെയ്യുന്നത് എന്ന് മനസ്സിലായത്. വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. കാരണം ശോഭനയ്ക്കൊപ്പം ഇങ്ങനെ വേറെ 2 പേര് ഡബ്ബ് ചെയ്തിട്ട് ഞാനൊരു 3ാമത്തെ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടാണ് ശോഭനയ്ക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ വോയിസ് ശോഭനയ്ക്ക് മാച്ചിങ് ആവുമോ എന്നുള്ളൊരു കുറേ എനിക്ക് തോന്നുന്നു 4-5 ദിവസം KR വിജയ, ഞാൻ, മധുസാറ്, പിന്നെ മമ്മൂക്ക പടത്തിലുണ്ടെങ്കിലും വന്നിട്ടില്ല. റഹ്മാൻ ഡബ് ചെയ്യുന്നത് കൃഷ്ണേന്ദ്രനായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഒന്നിച്ച് കോമ്പിനേഷനിൽ ഡബ് ചെയ്തൊരു സിനിമയാണ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ. പൊൻപുലരളി ഭൂമിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. കാതരമിഴി നീ കാണാ കാർകുയിലൊന്നുണ്ടല്ലോ പാടിടുന്ന ദൂരെ. പൊൻപുലരളി ഭൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു.
കാതരമിഴി നീ കാണാക്കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. ഞങ്ങൾ അന്നൊക്കെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വളരെ ടയേർഡാവുന്ന സമയത്ത് ഡബ്ബിങ് കുറച്ച് നേരം നിർത്തി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കൊരു എനർജി കിട്ടാനായിട്ട് സിനിമയിൽ പാട്ട് എടുത്തിട്ട് തരും. അങ്ങനെ കണ്ട് ഇഷ്ടം തോന്നിയ ഒരു പാട്ടാണ് പൊൻപുലരുളി പൂവിതറിയ എന്ന് പറയുന്നത്. ആ പാട്ടിങ്ങനെ നല്ല മ്യൂസിക്കാണത്. വളരെ രസമായിട്ട് ആ ഫാമിലി എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ നന്നായിട്ടത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭരതേട്ടൻ. ഒന്ന് ഡള്ളാവുമ്പോൾ ഭരതേട്ടൻ ആ പാട്ടൊന്ന് ഇട്ട് തരുമോ. അങ്ങനെയാണ് ആ സിനിമയും അല്ലെങ്കിൽ ആ പാട്ടിനോടും ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങിയത്. ശ്രീചന്ദനം നേത്ര നീലാഞ്ജനം നിന്റെ കുറുനിരകളിൽ ഇളകിടുമൊരു ചെറുനീർമണിയായെങ്കിൽ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ.